ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡാണ്. അപ്പം അതിനായിട്ട് ആദ്യം ഒരു ബൗൾ എടുക്കുക. അതിനകത്തോട്ട് 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇടുക. ഇനി ഒരു 4 ടേബിൾ സ്പൂൺ പാലൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ പൈനാപ്പിൾ ഫ്ലേവർ കസ്റ്റാർഡ് പൗഡറാണ്. അപ്പോൾ ഇതേ 4 സ്പൂൺ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം ഇത് കുറച്ച് കട്ടയായിട്ട് കിടക്കും. അത് മൊത്തം മിക്സ് ചെയ്യണം. അപ്പോൾ അതിന് ശേഷം ഒരു പാൻ എടുത്ത് ഗ്യാസിൽ വെക്കുക. അതിലോട്ട് ഞാനിപ്പോൾ ഇവിടെ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പാല് ഫുള്ള് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യണം. ഇതിന് ശേഷം അതിനകത്തോട്ട് ഒരു 6 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പാല് ചെറുതായിട്ടൊന്ന് ചൂടാവുമ്പോൾ തന്നെ നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുത്ത് ഇളക്കേണ്ടതാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈ എടുക്കാതെ മിക്സ് ചെയ്ത് കൊടുക്കണം. കാര്യം നമ്മുടെ കസ്റ്റാർഡ് പൗഡർ അടിയിൽ പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് നന്നായിട്ട് കുറുക്കിയെടുക്കുക. അതിനകത്തോട്ട് ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ടുണ്ട്. ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം. ഞാനിവിടെ മാംഗോ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ അനാർ എടുത്തിട്ടുണ്ട്, ആപ്പിൾ എടുത്തിട്ടുണ്ട്, വാട്ടർമെലൺ എടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ അതെടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞങ്ങൾ മറന്നുപോയി. അപ്പം അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണേ. എന്നിട്ട് അതിനകത്തോട് നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം ഇടാം. ആദ്യം നമ്മൾ മാങ്ങയിൽ നിന്നാണ് തുടങ്ങിയത്. പഴങ്ങളുടെ രാജാവായ മാങ്ങ തന്നെ ആദ്യം പോട്ടെ. അപ്പം നമ്മുടെ അനാർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, വാട്ടർമെലൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ആവശ്യത്തിന് നോക്കിയിട്ട് ചേർക്കാവുന്നതാണ്. ഞങ്ങളെടുത്തതിൽ ഇച്ചിരി മധുരം കുറവായിരുന്നു. അതിന് ശേഷം നമുക്കതിനകത്തോട്ട് ആപ്പിൾ ഇട്ട് കൊടുക്കാം. എല്ലാം അറഞ്ചും പുറച്ചും വെട്ടിയിട്ടിട്ടുണ്ട് ഗൈസ്. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി വേണമെങ്കിൽ ഇതൊന്നുകൂടെ തണുപ്പിച്ചെടുക്കാതെ വേണമെങ്കിൽ മാത്രം. ഇപ്പം നമ്മളെന്തായാലും ഇങ്ങനെ തന്നെ സെർവ് ചെയ്ത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അമ്മ ഇത് ടേസ്റ്റ് ചെയ്യാൻ മീനുവിനെ വിളിച്ചിട്ടുണ്ട്. അപ്പം അവൾക്കിതേ കൊടുത്തിട്ട് അവളുടെ എക്സ്പ്രഷൻ നിങ്ങൾ നോക്കൂ ഗൈസ്. സൂപ്പറാണ്. ബൈ.